ഇന്നത്തെ കണി ഒരു അടാറ് കണിയായിരുന്നു. രാവിലെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കുരങ്ങ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ആശാൻ നല്ല പണികൾ തന്നിട്ടാണ് പോയത്. ഞാനൊരു ആറ്റുനോറ്റ് ഒരു ഓമ നട്ടുപിടിപ്പിച്ചതാണ്. റെഡ് ലേഡി പപ്പായ ഇല്ലേ, അത് നട്ടുപിടിപ്പിച്ചതാണ്. അപ്പം അത് നട്ടുപിടിപ്പിച്ച് ഞങ്ങൾ ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി അത് വന്ന് അതിൻ്റെ മണ്ടയെല്ലാം കടിച്ച് മുറിച്ച്, തൈയായിരുന്നു, തൈ ഇച്ചിരി നന്നായിട്ട് വളർന്ന് വരുമായിരുന്നു, അതെല്ലാം കടിച്ച് മുറിച്ച് അത് തിന്നിട്ട് അതിൻ്റെ പാട്ടിന് പോയി. പിന്നെ ഇന്ന് വന്ന് കുറേ ചക്കയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് വീട്ടിലേക്ക്. ഇനി അത് സ്റ്റോക്ക് തീരുമ്പോൾ വീണ്ടും ഇറങ്ങി വരുന്നതായിരിക്കും അത്. വലുതായിട്ടൊന്നും അതിനെ പിടിക്കാൻ കിട്ടില്ല. ഞാൻ ഫോൺ എടുത്ത് വന്നപ്പോഴത്തേനും അത് ചാടി അതിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് മേടിച്ച് വെച്ചിരുന്ന ചേനയായിരുന്നു, അത് നടാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരുന്ന ചേനയാണ്. പെൻഡിങ് ആയിട്ട് കിടക്കുമായിരുന്നു. ഇന്നാണ് പിന്നെ അതിൻ്റെ സമയവും സന്ദർഭവും ഒത്തു വന്നത്. പിന്നെ അച്ഛൻ കുറച്ച് ചാണകമൊക്കെ സംഘടിപ്പിച്ചിട്ട് അത് പിന്നിന്ന് മുക്കി വയ്ക്കലും പൂള് വെട്ടലും ഒക്കെ ആയിരുന്നു. പക്ഷെ കുഴിച്ച് വെച്ചിട്ടില്ല, കുഴിച്ചിനിയും വെക്കണം. പിന്നെ വേറൊരു സന്തോഷം കൂടെ പറയാനുണ്ട്. ഇത് കണ്ടില്ലേ, എൻ്റെ പടവലം പൂത്തു. പടവലം പൂത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കായൊന്നും ആയിട്ടില്ലായിരുന്നു. എൻ്റെ ഇതുപോലത്തെ പൂവായിരുന്നു എല്ലാത്തിലും. പടിയിൽ ഇങ്ങനൊരു മൊട്ട് പോലൊക്കെ മുകുളം പോലൊക്കെ വരും, അതുണ്ടെങ്കിലാണ് അത് കാ പിടിക്കുന്നത്. പൂത്താലും കായാകുമോയെന്ന് അറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യും. ഇപ്പം ചിലപ്പോൾ ഈ ഉണക്ക സമയമല്ലേ, നല്ല വെയിലുള്ള സമയമല്ലേ. പിന്നെ ഇവിടെ മാവ് പൂത്തിട്ടുണ്ട് നല്ല രീതിക്ക്. പക്ഷെ ഉണക്കായതുകൊണ്ട് ഇത് പൊരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. നിറച്ച് പൂത്തിട്ടുണ്ട് ഈ വട്ടം. എത്രത്തോളം പിടിക്കുമെന്ന് അറിയത്തില്ല.